അവൾക്കൊപ്പം. ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സമൂഹത്തിൽ സ്വാധീന ശക്തിയും സാമ്പത്തിക ശേഷിയും പേരും പ്രശസ്തിയും ഒക്കെയുള്ള മിടുക്കിയായ ഒരു അഭിനേതാവിന് ഓടുന്ന കാറിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ലൈംഗികമായ അതിക്രമങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് പ്രബുദ്ധ കേരളം ശ്രവിച്ചത്. ആ സന്ദർഭത്തിൽ മനസാക്ഷിയുള്ള ഏവരും അവളോടൊപ്പം നിന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചുകൊണ്ട് വിധി പ്രസ്താവം നടത്തിയപ്പോൾ നമുക്കേവർക്കും വലിയ നിരാശയാണ് ഉണ്ടായത്. ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത വിധം കൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണ് ഈ അതിക്രമം നടക്കുന്നതിന് ഇടവരുത്തിയത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ചുരുൾ നിവർത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ കോടതിയിൽ നിന്ന് പ്രസ്താവിക്കപ്പെട്ട വിധി അങ്ങേയറ്റം നിരാശയാണ് നമുക്ക് ഏവർക്കും ഉണ്ടാക്കിയത്. ആ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉടനീളം മനസാക്ഷിയുള്ള, ജനാധിപത്യ ബോധമുള്ള, പൗര അവകാശങ്ങളെക്കുറിച്ച് ധാരണയുള്ള മനുഷ്യർ കൈകോർത്ത് പിടിച്ച് പ്രതിരോധിക്കുകയാണ്. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടെ നല്ല പ്രചരണം കൊടുത്തു തന്നെ വിവിധ നഗര കേന്ദ്രങ്ങളിലും മറ്റുമായി ജനകീയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരികയാണ്. തങ്ങൾ അതിജീവിതയ്ക്ക് ഒപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ എല്ലാ അതിജീവിതമാർക്കും വേണ്ടി രംഗത്തിറങ്ങുകയാണ്. കോഴിക്കോട് പട്ടണത്തിൽ ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച മാനാഞ്ചിറ സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് അവൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിക്കപ്പെടുകയാണ്. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അതിജീവിതമാരോട് ഐകദാർഢ്യം രേഖപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒപ്പമുണ്ടാകണമെന്ന് ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അത് അധികാര പ്രകടനം കൂടിയായിട്ടാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ആൺകോയ്മ സമൂഹത്തിൽ പലപ്പോഴും ഒരാളുടെ മേൽ അധികാരം സ്ഥാപിക്കാനും അവർ ആത്മവിശ്വാസം കളയുവാനും അവരെ അപമാനിക്കുവാനുമായിട്ട് കൂടിയുള്ള ഒരു ടൂൾ എന്ന നിലയിലാണ് റേപ്പ് പോലെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. സമാനതകളില്ലാത്ത ഒരു സംഭവമായിരുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. റേപ്പ് കൊട്ടേഷൻ പോലെ നാളിതുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ലൈംഗിക കുറ്റകൃത്യം നടക്കുകയും അതിനെതിരെ കേരളത്തിലുള്ള എല്ലാ വിശ്വാസികളും, യഥാർത്ഥത്തിലുള്ള പുരോഗമന വിശ്വാസികളും ഈ ഒരു വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയും എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുകയും ചെയ്തു. എന്നാൽ നിയമ സംവിധാനങ്ങൾ, സൈബർ ഇടങ്ങൾ എന്നിവയൊക്കെ അതിജീവിതയെ അപമാനിക്കുവാനും അതിജീവിതയ്ക്ക് അർഹമായ നീതി ലഭ്യമാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനും പരാജയപ്പെട്ടതായി കാണാം. ഏറ്റവും പുതിയ വിധി വായിച്ചാലും നമുക്കത് മനസ്സിലാവും എത്രത്തോളം ബയസ്ഡ് ആയിട്ടാണ് ആ വിധി സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ അതിജീവിതയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സമൂഹത്തിന് ഒരു മെച്ചപ്പെട്ട ഒരു സന്ദേശം നൽകുകയും കൂടി ചെയ്യും. അത് നമ്മുടെ ഇത്തരം പരിപാടികൾ, ഇത്തരത്തിലുള്ള പൊതു സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അവബോധമുണ്ടാക്കുക, രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാക്കുക, കൂടുതൽ തുല്യതയുള്ളതും പരസ്പര ബഹുമാനമുള്ളതുമായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാകുവാനുള്ള പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങിയവ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതിന്റെ ഭാഗമായി ഈ വരുന്ന ജനുവരി 2-ന് നടക്കുന്ന അവൾക്കൊപ്പം പരിപാടിക്ക് എല്ലാവിധ ആശംസയും നൽകുന്നു. താങ്ക് യു. 2026 ജനുവരി 2-ന് കോഴിക്കോട്ടെ വിവിധ സാംസ്കാരിക സംഘടനകൾ സംഘടിപ്പിക്കുന്ന അവൾക്കൊപ്പം എന്ന സമര ഐക്യദാർഢ്യ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അവൾ ഒരു പോരാട്ട പ്രതീകമാണ്. അവൾ സത്യമാണ്.
അതിജീവിത എന്നാൽ മനുഷ്യരാണ്. ഓരോ നിമിഷവും ജീവിക്കാൻ വേണ്ടി പോരാടുന്ന, അതിജീവിക്കാൻ വേണ്ടി ആത്മസംയമനത്തോടെ അവനവനെ തന്നെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും അതിജീവിതകളാണ്. സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങൾ തന്നെ മനുഷ്യന്റെ ഫണ്ടമെന്റൽ അവകാശങ്ങളെയും അധികാരങ്ങളെയും ചീന്തിയെടുക്കുമ്പോൾ, ഭരണഘടനാ ലംഘനം നടത്തുമ്പോൾ മനുഷ്യർക്കൊപ്പമായിരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മനുഷ്യർക്ക് തന്നെയാണ്. ചേർന്ന് നിൽക്കുക, ചേർത്ത് പിടിക്കുക, സ്വാന്തനിപ്പിക്കുക, ഒപ്പമായിരിക്കുക, ഇതൊക്കെയാണ് ഒരു ഫാഷിസ്റ്റ് കാലത്ത് ഓരോ മനുഷ്യർക്കും മറ്റു മനുഷ്യരോട് ചെയ്യാനുള്ള ധർമ്മം. 2026 ജനുവരി 2 നടക്കുന്ന ഈ ഒരു പോരാട്ട പ്രതീക ഐക്യദാർഢ്യ പരിപാടിക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാംസ്കാരിക, കലാ, നാടക, സാമൂഹ്യ, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അഭ്യുദയകാംക്ഷികളും സ്നേഹിതരെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ VP മനസിയ. ജാനുവരി 2 നടക്കുന്ന അവൾക്കൊപ്പം കോഴിക്കോടിന്റെ ഐക്യദാർഢ്യം പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അനീതിക്കെതിരെ കേരളത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾ ഉയർന്നു വരട്ടെ. എന്നും അവൾക്കൊപ്പം തന്നെയാണ്. അവൾക്കൊപ്പം പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി. കൊട്ടേഷൻ ബലാത്സംഗം ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആദ്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ നീതിരഹിത നടപടി, ആ നിയമവിരുദ്ധ നടപടി, ആ അതിക്രമം ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെടുകയും അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അതിജീവിതയോടൊപ്പം ലോകത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സ്ത്രീകളുടെ ജീവിതത്തിലെ നീതി വേണമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഒപ്പം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ജനുവരി 2 കോഴിക്കോട് നടക്കുന്ന അതിജീവിതയോ അവൾക്കൊപ്പം എന്നുള്ള പരിപാടിക്ക് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ദുലേഖ. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടത്ര നീതി ലഭിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഈ വരുന്ന ജനുവരി 2 വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് മാനാഞ്ചിറയിൽ നടക്കുന്ന അവൾക്കൊപ്പമുള്ള പരിപാടിയിൽ മനസ്സുകൊണ്ട് എൻ്റെ സാന്നിധ്യമുണ്ടാകും. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ഈ അവൾ ഒരു പ്രതീകമാണ്. അവളൊരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല. എത്രയോ പെൺകുട്ടികൾ നമ്മൾ അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാവുകയും വീഡിയോ ചിത്രീകരിക്കപ്പെടുകയും അതിനുശേഷം അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂടുതൽ ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ട് ഇന്ന്. ധാരാളം പെൺകുട്ടികൾ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടും ഉണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു സ്ത്രീയെ നിശബ്ദയാക്കുവാൻ ഇത്തരത്തിലൊരു കൊട്ടേഷൻ ലൈംഗിക അതിക്രമം നടത്തുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കാം. പക്ഷേ സമാനമായ രീതിയിൽ ധാരാളം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അത് ഒരൊറ്റ വ്യക്തിയുടെ ഒപ്പമല്ല, ധാരാളം ഇത്തരത്തിലുള്ള സ്ത്രീകളോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും. ജനുവരി 2 ലൈംഗികാതിക്രമത്തിന് വിധേയയായ നമ്മുടെ പ്രിയപ്പെട്ട നടിയോടൊപ്പം എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് വലിയൊരു പ്രതീകാത്മക സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനുവരി 2 കോഴിക്കോട് വെച്ച് നടക്കുന്ന ഈ അവൾക്കൊപ്പം പരിപാടിയിൽ എല്ലാവരും ശാരീരികമായിട്ടുള്ള സാന്നിധ്യമില്ലെങ്കിൽ മാനസികമായിട്ടുള്ള സാന്നിധ്യം പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്നത്തെ ആ പരിപാടിക്ക് എൻ്റെയും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. പ്രിയരെ, ഏവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഈ വരുന്ന ജനുവരി 2 കോഴിക്കോട് വെച്ച് നടത്തുന്ന അവൾക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് ഞാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും. ജനുവരി 2 കോഴിക്കോട് നഗരം പീഡിതയായ നടിക്കൊപ്പമാണെന്ന് ഐക്യദാർഢ്യം പ്രസ്താവിക്കുന്നു.
അത് വലിയ കാലികമായ സുഹൃത്തുക്കളെ, ആക്രമിക്കപ്പെട്ട നടിക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിചാരിക്കുന്ന അനേക ലക്ഷം ആളുകളുണ്ട്. ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഉചിതമായ രീതിയിൽ അപ്പീല് കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അവളുടെ ഒപ്പം, ആ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പമാണ് നമ്മൾ എന്ന് പ്രഖ്യാപിക്കാനുമായിട്ട് കോഴിക്കോട്ട് അടുത്ത ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കൊരു പരിപാടിയുണ്ട്. അതിന്റെ പേര് അവൾക്കൊപ്പം എന്നാണ്. കോഴിക്കോട് മാനാഞ്ചിറയിലാണ് ആ പരിപാടി. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കുകയോ ആ പരിപാടിക്ക് പ്രചാരം കൊടുക്കുകയോ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ദിലീപിൻ്റെ ഭാവനയുടെ കേസിലെ വിധി അത്ര അപ്രതീക്ഷിതമൊന്നുമല്ല. ദിലീപിനെതിരെ വിധി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് 100% അല്ലെങ്കിൽ 99.9% തന്നെ മിക്കവാറും ആളുകൾക്കൊക്കെ ഉറപ്പാണ്. കാരണം അത്രയും അധികം ആളുകൾ, സാക്ഷികൾ മൊഴി മാറ്റി പറയുകയും ഒരുപാട് തവണ നീട്ടിവെക്കുകയും ഒരുപാട് ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസസ് ആരോപിക്കപ്പെടുകയും അതുപോലെ ജുഡീഷ്യറി പോലും പല ഘട്ടത്തിലും അതിന് തടസ്സം നിൽക്കുകയൊക്കെ ചെയ്ത ഒരു കേസാണത്. അതുകൊണ്ട് ഇതിനേക്കാൾ അപ്പുറമായിട്ടൊന്നും സത്യത്തിൽ ഭാവനയുടെ കേസിൽ ദിലീപിനെതിരെയുള്ള വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ സത്യം അതിനുള്ളിൽ എവിടെയൊക്കെയോ മറിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് അതും നമ്മൾക്ക് തോന്നുന്നൊരു തോന്നലാണ്. അത് ഏതെങ്കിലും സുപ്രീം കോടതി വഴിക്കാണെങ്കിലും ആ സത്യം തെളിയിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നടിയെ ആക്രമിച്ച കേസിൽ 8.5 വർഷത്തിന് ശേഷം വിചാരണ കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിരിക്കുകയാണ്. 1100-ലധികം പേജുകളാണ്. ഇതിൽ കോൺസ്പിറസി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കോൺസ്പിറേറ്റർ എന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെറുതെ വിടണം എന്ന് തെളിയിക്കാൻ വേണ്ടി കോടതി ചെലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു വിധിയല്ലാതെ നമ്മൾ ഈ കോടതിയിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ 8.5 വർഷമായിട്ട് അതിജീവിതക്കെതിരായിട്ട് ഒരുപാട് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയിട്ടുള്ള കോടതിയാണിത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഈ അതിജീവിതയ്ക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി, കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടി നീതിപൂർവമായിട്ടുള്ള ഒരു വിധി നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ പോരാട്ടം തുടരണം. കോഴിക്കോട്ടെ സാംസ്കാരിക രംഗത്ത് നിങ്ങളെല്ലാവരും കൂടി ജനുവരി 2-ന് അവൾക്കൊപ്പം എന്ന ഒരു കൂട്ടായ്മ, ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഞാനും അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. എല്ലാവരെയും ഒന്ന് കാണാം. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നും ഇത്തരം ദുരവസ്ഥ തുടരുന്നു എന്നത് ഭീതിപ്പെടുത്തുന്നതാണ്. ഞാൻ നിലമ്പൂർ ആയിഷ. ഞാൻ അവൾക്കൊപ്പം എന്ന ഈ പരിപാടിയിൽ, കോഴിക്കോട് ജനുവരി 2-ന് നടക്കുന്ന പരിപാടിക്ക് എൻ്റെ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുന്നു.